സമരത്തെ ചൊല്ലി സിനിമാ നിർമ്മാതാക്കൾക്കിടയിൽ ഭിന്നത. സമരത്തിന് ആഹ്വാനം ചെയ്ത സുരേഷ് കുമാറിനെ തള്ളി ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വന്നു. സമരം മലയാള സിനിമയ്ക്ക് ഗുണകരമാകുമെന്ന് കരുതുന്നില്ലെന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവാം പ്രസ്താവനയെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. അതിനിടെ ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് പൃഥ്വിരാജും വിനയനും രംഗത്ത് വന്നു. സമരത്തെക്കുറിച്ച് പറയേണ്ടത് സംഘടനയുടെ ഭാരവാഹികളാണെന്ന് വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, സമരത്തിന്റെ കാര്യത്തിൽ നിർമ്മാതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പൃഥ്വിരാജിന്റെയും ഒപ്പം മറ്റുള്ളവരുടെയും ഒക്കെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഈ സമരത്തിന്റെ ഭാവി എന്താണ്? സൈഫുദ്ദീൻ, കഴിഞ്ഞ ദിവസം ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ യോഗത്തിന് ശേഷം സുരേഷ് കുമാറാണ് മാധ്യമങ്ങളെ കണ്ടത്. ആ യോഗത്തിൽ ഉടലെടുത്ത ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഈ വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന വലിയ സമരത്തിലേക്ക് പോകുന്നു. മാത്രമല്ല, ഈ ജനുവരിയിലെ കണക്കിലെടുത്താൽ പോലും ആ കണക്കുകൾ പ്രകാരം വലിയ നഷ്ടമാണ് മലയാള സിനിമാ മേഖലയ്ക്ക്, വ്യവസായത്തിന് തന്നെ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാണത്തിൽ നിന്ന് ഈ പ്രൊഡ്യൂസേഴ്സിന് പുറമെ ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതായത് വിവിധങ്ങളായ നടന്മാർ തന്നെ സ്വന്തമായി ഈ സിനിമാ നിർമ്മാണത്തിലേക്കൊക്കെ കടന്നൊരു കാലം കൂടിയാണ്. സ്വാഭാവികമായും നടന്മാർ അതിൽ നിന്ന് പിൻവാങ്ങണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റു ചില പരാമർശങ്ങളും ഉണ്ടായിരുന്നു. ഈ പരാമർശങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ആന്റണി പെരുമ്പാവൂർ വിശദമായ ഒരു കുറിപ്പ് വിമർശന വിധേയന ഇട്ടിരിക്കുന്നത്. ആ കുറിപ്പിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഒരു പറച്ചിലാണെന്ന് കരുതുന്നില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട ചില ഭാരവാഹികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങളുണ്ട്. സ്വാഭാവികമായും ഈ സമരത്തിൽ, അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെട്ടും അന്ന് നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടും സംഘടനയുടെ തത്വത്തിലുള്ള ഒരു തീരുമാനമാണോ എന്നൊരു സംശയമാണ് ആന്റണി പെരുമ്പാവൂർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ വാർത്താ സമ്മേളനത്തിൽ ചില പരാമർശങ്ങൾ ഈ വരാനിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നു. നമ്മൾ അല്പസമയം മുമ്പ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ ആന്റണി പെരുമ്പാവൂർ പറയുന്ന പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ സംഘടനയുടെ പ്രസിഡന്റായിരിക്കുന്ന ആൾക്കാർ പോലും, അല്ലെങ്കിൽ അവരാരും ഔദ്യോഗിക സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിൽ പറയുന്നില്ല. അവരുടെ കൂടി, ആന്റോ ജോസഫിന്റെ കൂടി നിലപാടാണോ ഇക്കാര്യം എന്നതുൾപ്പെടെ അറിയണമെന്ന് പേരെടുത്ത് തന്നെ ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് കഴിഞ്ഞ 6 മാസമായി അദ്ദേഹം സംഘടനയുടെ ചുമതലകളിൽ നിന്ന് ലീവിലാണ്. അത് ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെയുള്ള അവധിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടാത്തത്. മാത്രമല്ല, യോഗത്തിൽ അങ്ങനെ മൊത്തത്തിലൊരു തത്വത്തിൽ തീരുമാനമെടുത്ത ശേഷമാണ് ഈ കാര്യങ്ങൾ ഈ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്.